വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഫുഡ് റെസിപ്പീസ് ഒന്നുമല്ല ഷെയർ ചെയ്യുന്നത്. ഇന്ന് 2-3 നല്ല പോസ്റ്റുകളാണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും കാണും. 2 ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ട് ഒരു പോസ്റ്റ് അയച്ചു തന്നു. ആ പോസ്റ്റാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. വയസ്സായ മാതാപിതാക്കളുമായി ഒരു മകൻ തവാഫ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ തോളത്ത് ആ മകൻ്റെ ഫാദറും മദറും നല്ലവണ്ണം അമർത്തി പിടിച്ചിരിക്കുകയാണ്. നന്നായിട്ട് അവർ തവാഫ് ചെയ്യുന്നുണ്ട്. ആ മകൻ്റെ കരുത്തിലും ആ ഉറപ്പിലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. സ്വർഗത്തിൻ്റെ താക്കോലുമായിട്ടാണ് അദ്ദേഹം നടക്കുന്നത് ആ വഴികളിലൊക്കെ. എനിക്കത് കണ്ടപ്പോൾ അത്ഭുതം തോന്നിയില്ല, കാരണം ഞാനത് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇപ്പം ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഞാനതിനെക്കുറിച്ച് ശരിക്കും ബോധവതിയായത്. അദ്ദേഹത്തിന് ഈ ചെയ്ത അമല് സാലിഹായ സത്വൃത്തനായ ഒരു ദാസനായി അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അബുദാബിയെക്കുറിച്ചാണ്. എൻ്റെ ഒരു അനുഭവം, പിന്നെ പലരുടെയും അനുഭവത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞതും ആയ 1-2 കാര്യങ്ങൾ. ക്വാളിറ്റി ലിവിങ് എന്താണെന്ന് ലോകത്തിന് കാണിച്ചു തന്ന ഈ സിറ്റിയെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അബുദാബി ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ്, അബുദാബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സേഫസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതായത് വർഷങ്ങൾക്ക് മുൻപേ മരുഭൂമിയിലെ സഞ്ചാരികൾ വെള്ളത്തിന് വേണ്ടി ഒരു കെസ്ലയുടെ പുറകെ പോവുകയും ഒരു ചെറിയ വെള്ളക്കെട്ടിൽ നിന്നപ്പോൾ അതിന് ചുറ്റും തമ്പടിക്കുകയും പിന്നെ അതൊരു വില്ലേജായി മാറുകയും ആ വില്ലേജിൽ അവിടെയുള്ള ജനങ്ങളെല്ലാം സ്നേഹത്തോടെ ആ വില്ലേജിനെ ചേർത്ത് ഫാദർ ഓഫ് ഗെസ്ലെ, അതാണ് ഇന്നത്തെ അബുദാബി. ദാറ്റ് മീൻസ് അബുദാബി. ആ നാട് വളരുകയും ആ നാടിനെ ചേർത്ത് നിൽക്കാൻ ഒരു രാജ്യമുണ്ടാക്കി. അതാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. لسه في الأحلام كمان إني أخسر مش قضية بس أسلم استحالة الحياة رايحة ദുബായിലെ മിറാക്കിൾ ഗാർഡൻസിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ ലാർജസ്റ്റ് നാച്ചുറൽ ഫ്ലവർ ഗാർഡനാണ്. ശരിക്കും പറഞ്ഞാൽ എ വൈബ്രന്റ് ഓയസിസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഡിസേർട്ട്. പറയാതിരിക്കാൻ പറ്റില്ല, കാശ്മീർ ലേഡീസ് എല്ലാം വളരെ സുന്ദരികളാണ്. അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദേ ആർ ലിവിങ് ബൈ ദേ ഓൺ എക്സൈൽസ് ആണ് അവിടെ കാണാൻ കഴിഞ്ഞത്. വളരെ പെക്യൂലിയറിറ്റിയാണ് അവരുടെ ലൈഫിൻ്റെയൊക്കെ. വളരെ സോ സിമ്പിൾ. കാരണം അവിടുത്തെ പീപ്പിൾസൊക്കെ ആണെങ്കിലും വളരെ ഇന്നസെൻ്റാണ്. ഫോർ എക്സാമ്പിൾ, ഇദ്ദേഹത്തിനെ തന്നെ നമുക്കെടുക്കാമല്ലോ. ഇദ്ദേഹം തന്നെ ഭക്ഷണം നല്ല റിച്ച് ഫുഡ്സ് എല്ലാം ഉണ്ടാക്കി കാശ്മീരിൻ്റെ പ്രത്യേകതയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നു. അപ്പോൾ എന്ത് സെൽഫ് പുള്ളിങ് ആണ് അദ്ദേഹം.